എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 10 ശ്ലോകം 41, 42, 43, 44, 45, 46, 47, 48, 49, 50 10 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ശ്രീരാമചന്ദ്രൻ ഭരതനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം 14 വർഷമാണ് ഭരതൻ അല്ലെ മെതിയടി പൂജിച്ചുകൊണ്ട് ഭക്ഷണം പോലും ശരിക്ക് കഴിക്കാതെ ജ്യേഷ്ഠന്റെ മെതിയടി വെച്ചിട്ട് പൂജിച്ചു കൊണ്ടിരുന്നത്. ശ്രീരാമചന്ദ്രന് തന്നെ ആ ഭരതനോട് അത്ര സ്നേഹം തോന്നി. കെട്ടിപ്പിടിച്ച് മൂർധാവില് ചുംബിച്ച് അങ്ങനെ ആ അശ്രുജലം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. ഇത്രയും രാമായണത്തിലെ ഇതാണ് ഓരോ കഥാപാത്രങ്ങളും ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ആ സഹോദരന്മാരെ അനുഭവിച്ച ഭ്രാതൃസ്നേഹത്തിന് ഏറ്റവും ഉദാഹരണമാണ് ഭരതന്റെ സ്നേഹം അല്ലെ. അങ്ങനെ ഇതാ ബ്രാഹ്മണരെയും നമസ്കരിച്ച് അയോധ്യാവാസികളെ എങ്ങനെ നോക്കി പുഞ്ചിരിക്കണു ശ്രീരാമചന്ദ്രൻ. അവർക്ക് ഇങ്ങനെ ഏറ്റവും സന്തോഷം. എത്രയോ കാലമായിട്ട് അവരിങ്ങനെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. അത്ര ദുഃഖത്തോടു കൂടിയിട്ടാണ് അവര് ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയച്ചത്. അത് കണ്ടു നിന്നത് അവര്. അങ്ങനെ ഇപ്പൊ 14 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കണു. അവരങ്ങനെ ആഹ്ലാദം കൊണ്ട് അവർക്ക് എന്തൊക്കെയാ ചെയ്യണ്ടേന്ന് അറിയണില്ല ജനങ്ങൾക്ക് പറയണം. ശ്ലോകം 41. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധുന്വന്ത ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം. ഉത്തരാ കോസലാമാല്യൈ കിരന്തോ നനൃതും മുദാ. ഉത്തരാ കോസല ഉത്തരകോസലന്മാർ ചിരാഗതം ബഹുകാലമായിട്ട് ആഗതനായ പതിം വീക്ഷ നാഥനെ കണ്ടിട്ട് ഉത്തരാസംഗാൻ ഉത്തരീയങ്ങളെ ധുന്വന്ത ചലിപ്പിക്കുന്നവരും മാല്യൈ മാല്യങ്ങൾ കൊണ്ട് കിരന്ത വിതറുന്നവരുമായിട്ട് മുദാ നനൃതു സന്തോഷത്തോടുകൂടി നർത്തനം ചെയ്തു. അയോധ്യാവാസികൾ ഇങ്ങനെ കുറെ കാലമായിട്ട് രാജ്യം വിട്ടുപോയിട്ടല്ലോ തങ്ങളുടെ രക്ഷിതാവായുള്ള രാമചന്ദ്രസ്വാമി മടങ്ങി വന്നത് കണ്ടപ്പോ സന്തോഷ ആധിക്യം കൊണ്ട് പുഷ്പവർഷം ചെയ്തു ഭഗവാന്റെ ശിരസില്. പിന്നെയോ അവർക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് അറിയില്ല. ഉത്തരീയൊക്കെ ഇങ്ങനെ മേൽപോട്ട് എറിഞ്ഞു പിടിക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് അവര് നൃത്തം ചെയ്തു എന്നാ പറയണത്. രാമ രാമ രാമനെ സ്തുതിച്ചുകൊണ്ട് ഗാനം ചെയ്തുകൊണ്ട് അവര് നൃത്തം ചെയ്തു. പിന്നെ ശ്രീരാമചന്ദ്രൻ എങ്ങനെയാണ് അയോധ്യയിലേക്ക് പ്രവേശിച്ചത് എന്ന് വർണ്ണിക്കണം. പാതുകേ ഭരതോ ഗൃഹാ ചാമരവ്യജനോത്തമേ. വിഭീഷണ സുഗ്രീവ ശ്വേതഛത്രം മരുത്സുത. ഭരതൻ പാതുകെ പാതുകങ്ങളെയും സുഗ്രീവ വിഭീഷണ സുഗ്രീവ സഹിതനായ വിഭീഷണൻ ചാമരവ്യജനോത്തമേ ഉത്തമങ്ങളായ ചാമരവ്യജനങ്ങളെയും മരുത്സുത മാരുതി ശ്വേതഛത്രം വെൺകൊറ്റക്കുടയും അഗൃഹാൽ ഗ്രഹിച്ചു. ഭരതൻ മെതിയടികൾ പിടിച്ചു ഭഗവാൻ രാമേന്ദ്രസ്വാമിയുടെ. സുഗ്രീവൻ ആലവട്ടം പിടിച്ചു, വിഭീഷണൻ വെഞ്ചാമരം. ഹനുമാൻ വെൺകൊറ്റക്കുട പിടിച്ചു ഭഗവാന്. ധനുർ നിഷങ്കാൻ ശത്രുഘ്ന സീതാതീർത്ഥകമണ്ഡലും അഭിഭ്രദംഗത ഖഡ്ഗം ഹൈമം ചർമ്മക്ഷരാൻ നൃപ. ധനു വില്ലിനെയും നിഷങ്കാൻ തൂണീരങ്ങളെയും ശത്രുഘ്നനും തീർത്ഥകമണ്ഡലും ജലപാത്രത്തെ സീതാദേവിയും ഖഡ്ഗത്തെ അങ്കദനും ഹൈമം ചർമ്മ സ്വർണം പതിച്ച പരിചയെ ഋക്ഷരാൾ ജാമ്പവാനും അഭിഭ്രൽ ധരിച്ചു. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, ബാണങ്ങള് ഇടാനുള്ള ആവനാഴികളും വില്ലും ശത്രുഘ്നൻ പിടിച്ചു. തീർത്ഥപാത്രം സീതാദേവിയും ഖഡ്ഗം അങ്കദൻ പിടിച്ചു. സ്വർണം പതിച്ച് അലങ്കരിച്ചുള്ള പരിച ജാമ്പവാനും പിടിച്ചു. പുഷ്പകസ്ഥോന്നിത സ്ത്രീഭി സ്തൂയമാനശ്ച വന്ദിഭി വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹൈ ചന്ദ്രൈവോദിത. സ്ത്രീഭി അന്വിത സ്ത്രീകളോടുകൂടിയവനും വന്ദിഭി സ്തൂയമാന സ്തുതിപാഠകന്മാരായി സ്തുതിക്കപ്പെടുന്നവനും പുഷ്പകസ്ഥ ഭഗവാൻ പുഷ്പകത്തിലിരിക്കുന്നവനുമായ ഭഗവാൻ ഉദിത ചന്ദ്ര ഇവ ഉദിച്ചിരിക്കുന്ന ചന്ദ്രൻ എന്ന പോലെ വിരേജെ വിരാജിച്ചു. ഹേ രാജൻ, വാരസ്ത്രീകളാൽ ചുറ്റപ്പെട്ടും സ്തുതിപാഠകന്മാരാൽ സ്തുതിക്കപ്പെട്ടും കൊണ്ട് പുഷ്പകം എന്ന വിമാനത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഗുരു ശുക്രാദിഗ്രഹണങ്ങളോടുകൂടി ചേർന്ന് ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ പോലെ ഏറ്റവും ശോഭിച്ചു. ആ വിമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവരിതൊക്കെ പറയണത്.
വിമാനത്തിലിരുന്ന് ശോഭിക്കുന്ന എങ്ങനെയാണ് ഭഗവാൻ ശോഭിച്ചതെന്ന് സ്തുതിപാഠകന്മാർ സ്തുതിക്കണു, സ്ത്രീകള് ചുറ്റും നിൽക്കണു. അങ്ങനെ ആ വിമാനത്തിൽ ഇരുന്ന് ഇങ്ങനെ ഇറങ്ങണതിന് മുമ്പുള്ള ശ്രീരാമചന്ദ്രനെ പറ്റി പറയാണ്. ഉദിച്ച ചന്ദ്രനെ പോലെ, ആ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ ചന്ദ്രൻ, ശോഭിക്കില്ല, അതുപോലെ ഭഗവാൻ ശോഭിച്ചു എന്ന്. ഭ്രാതുർനന്ദിതസോപി സോത്സവാം പ്രാവിശൽ പുരിം. ഭ്രാതൃഭി ഭ്രാതാക്കളാൽ, നന്ദിതസ അപി നന്ദിക്കപ്പെട്ട ആ ഭഗവാനും, സോത്സവാം പുരിയും ഉത്സവത്തോടു കൂടിയ പുരിയെ പ്രാവിശൽ പ്രവേശിച്ചു. സഹോദരന്മാര് അങ്ങനെ എല്ലാവരും ചുറ്റും കൂടി നിന്ന് ഭഗവാൻ എങ്ങനെ അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ സഹോദരന്മാരാൽ അഭിനന്ദിക്കപ്പെട്ട ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉത്സവം കൊണ്ടാടുന്നതായ അയോധ്യയിൽ പ്രവേശിച്ചു. അയോധ്യവാസികൾക്കൊക്കെ ഉത്സവമാണ്. 4 വർഷത്തിനു ശേഷം ശ്രീരാമചന്ദ്രൻ മടങ്ങി വരുന്നു. പ്രവിശ്യ രാജഭവനം ഗുരുപത്നീ സ്വമാതരം ഗുരൂൻ വയസ്യാവരജാൻ പൂജിത പ്രത്യപൂജയൽ. രാജഭവനം, രാജഭവനത്തെ പ്രവേശിച്ചിട്ട് പൂജിക്കപ്പെട്ടവനായിട്ട് ഗുരുപത്നികളെയും സ്വമാതരം തന്റെ മാതാവിനെയും ഗുരുക്കന്മാരെയും വയസ്യാവരജാൻ സ്നേഹിതന്മാർ അനുജന്മാർ ഇവരെയും പ്രതിപൂജിച്ചു. രാജധാനിയിൽ പ്രവേശിച്ച ഭഗവാൻ ആ പിതൃപത്നികളായ കൈകേയി മുതലായവരെയും തന്റെ മാതാവായ കൗസല്യയെയും വസിഷ്ഠൻ മുതലായിട്ടുള്ള ഗുരുക്കന്മാരെയും അവരുടെ ഭാര്യമാരെയും പിന്നെ തന്റെ സ്നേഹിതന്മാരെയും ഭരതൻ മുതലായ സഹോദരന്മാരെയും യഥോചിതം നമസ്കാരം ആശ്ലേഷം, വേണ്ടവരെയൊക്കെ ഗുരുക്കന്മാരെയൊക്കെ നമസ്കരിച്ചു, മറ്റവരെയൊക്കെ ആശ്ലേഷിച്ച് ആനന്ദിപ്പിച്ചു. എല്ലാവരും ആനന്ദിപ്പിച്ചു ഭഗവാൻ. അവരും അത് ഭഗവാനെ ആശീർവചനങ്ങൾ ചെയ്ത് സന്തോഷിപ്പിച്ചു. വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവൽ സമുപേയതു. വിദേഹരാജപുത്രിയായ സീതാദേവിയും ലക്ഷ്മണനും അതെ, അവരും വേണ്ട വിധം ഗുരുജനങ്ങളെ വന്ദിച്ചു. അവരാൽ അനുഗ്രഹിക്കപ്പെടുന്നവരായിട്ട് ആ ഗുരുജനങ്ങൾ മുഴുവൻ അവരെ രണ്ടുപേരെയും, ശ്രീരാമചന്ദ്രനെ മാത്രമല്ലല്ലോ അല്ലെ, ലക്ഷ്മണനെയും സീതാദേവിയെയും അവര് അനുഗ്രഹിച്ചു. അവര് ഗുരുജനങ്ങളെ വന്ദിച്ചു. അങ്ങനെ 3 പേരും എല്ലാവരും കൂടിയിട്ട് രാജധാനിയിൽ പ്രവേശിച്ചു. പുത്രാൻ സ്വമാദരസ്താസ്തു പ്രാണാൻ തന്വൈവോത്ഥിതാഃ ആരോപ്യാങ്കേ അഭിഷിഞ്ജന്ത്യോ ബാഷ്പൗഭിർവിജഹുശുചാ. ആ സ്വമാദര, അവരുടെ ആ അമ്മമാര് പുത്രന്മാരെ കണ്ടിട്ട് തന്ന പ്രാണാനിവ, ശരീരങ്ങൾ പ്രാണങ്ങളെ എന്ന പോലെ ഉത്ഥിത എഴുന്നേറ്റവരായിട്ട് അങ്കേ ആരോപ്യ, അംഗത്തിൽ കയറ്റി ബാഷ്പൗഹേഹി, ബാഷ്പസമൂഹങ്ങളാൽ അഭിഷിഞ്ജന്ത്യ അഭിഷേകം ചെയ്യുന്നവരായിട്ട് ശുച ക്ലേശങ്ങളെ വിജഹു ഉപേക്ഷിച്ചു. അവര് അമ്മമാര് എത്ര നാളായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് അല്ലെ, ശ്രീരാമനെ കാണാൻ. കൗസല്യയുടെ കണ്ണുനീര് തോർന്നിട്ടില്ല. അപ്പൊ അങ്ങോട്ട് കണ്ടപ്പോ ശ്രീരാമചന്ദ്രന് അതുപോലെ ലക്ഷ്മണന്റെ അമ്മ, അവര് 2 പേര് അമ്മമാര് ആ പുത്രന്മാരെ കണ്ടപ്പോ മൂർച്ഛിച്ചു കിടക്കുന്ന ശരീരാവയവങ്ങള് ബോധമുണ്ടായാൽ എന്ന പോലെ തന്നെ ഇവരെ അങ്ങോട്ട് കണ്ടപ്പോ ഉടനെ അങ്ങോട്ട് ചാടി എണീറ്റു. അങ്ങനെ പുത്രന്മാരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് മടിയിലങ്ങോട്ട് ഇരുത്തിയിട്ട് ആ നേത്രജലം കൊണ്ട് അഭിഷേകം ചെയ്തു. അവർക്ക് അങ്ങനെ എത്ര കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും മതിയാവണില്ല. അങ്ങനെ നേത്രജലം കൊണ്ട് അവരുടെ ശിരസിലേക്ക് ഇങ്ങനെ അവരുടെ നേത്രജലങ്ങൾ, അശ്രുബിന്ദുക്കൾ ഒഴുകാൻ തുടങ്ങി. അവര് അഭിഷേകം ചെയ്തു എന്നാ പറയണം. അവരുടെ വേർപാട് നിമിത്തം ഇതേവരെ അനുഭവിച്ച ആ ദുഃഖങ്ങളൊക്കെ ഞങ്ങളില്ലാതെ പിന്നെ സന്തോഷം മാത്രം അല്ലെ. ജഡാ നിർമുച്ച വിധിവൽ കുലവൃത്തേ സമം ഗുരു അഭ്യഷിഞ്ജല്യദേവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭി. ജഡാ നിർമ്മിച്ച, ജഡകളെ നിർമോചിച്ചിട്ട് കുലവൃദ്ധേഹി സമം, കുലവൃദ്ധന്മാരോടുകൂടി ഗുരു വസിഷ്ഠൻ ഇന്ദ്രം യഥാ, ഇന്ദ്രനെ എന്ന പോലെ ചതുസ്സിന്ധുജലാദിഭി 4 സമുദ്രങ്ങളിലെ ജലങ്ങൾ കൊണ്ട് വിധിവല അഭ്യഷിഞ്ചൽ, വിധിപ്രകാരം അഭിഷേകം ചെയ്തു. അങ്ങനെ രാമചന്ദ്രസ്വാമിക്ക് അഭിഷേകം ചെയ്യണു. പിന്നെ ജടകളൊക്കെ കളഞ്ഞു അല്ലെ. കുലഗുരുവായ വസിഷ്ഠൻ കുലവൃദ്ധന്മാരോടുകൂടി എല്ലാവരോടും ആലോചിച്ചിട്ട് 4 സമുദ്രങ്ങളിലെയും, ഗംഗ യമുന മുതലായ മഹാനദികളിലെയും
ജലങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രനെ, ഋഷീശ്വരന്മാര് ദേവേന്ദ്രനെ എങ്ങനെയാ അഭിഷേകം ചെയ്യണം അതുപോലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഏവം കൃതശിരസ്നാന സുവാസാശ്രുദ്വലംകൃത സ്വലംകൃതൈ സുവാസോഭി ഭാരയാബഭൗ. ഏവം ശിരസ്നാന, ഇപ്രകാരം ചെയ്യപ്പെട്ട ശിരസ്നാനത്തോടു കൂടിയവനും, സുവാസ ശോഭന വസ്ത്രങ്ങൾ ധരിച്ചവനും, ശ്രഗ്വി മാല ധരിച്ചവനും, അലങ്കൃത ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനുമായ രാമൻ, സുവാസോഭി ശോഭന വസ്ത്രങ്ങളാൽ, സ്വലംകൃതൈ സുഷ്ടുവായി അലങ്കരിക്കപ്പെട്ട ഭ്രാതൃഭി സഹോദരന്മാരോടും, ഭാര്യയോടും കൂടി ചേർന്ന് ബഭൗ ശോഭിച്ചു. അങ്ങനെ അഭിഷേക ജലം കൊണ്ട് സ്നാനം ചെയ്തും ശോഭനമായിട്ടുള്ള അത്യന്തം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. പൂമാല, മറ്റു വിധങ്ങളായ ആഭരണങ്ങൾ, ആ ഒരു രാജാവിന് വേണ്ടതായിട്ടുള്ള എല്ലാ ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ചെയ്തിങ്ങനെ ഇരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ അതുപോലെ തന്നെ എല്ലാവരും ആ വസ്ത്രാലങ്കാര ഭൂഷിതരായ സഹോദരന്മാരോടും സീതാദേവിയോടും കൂടി ചേർന്ന് അധികം ശോഭിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ശരിക്കും 14 വർഷത്തിന് ശേഷം വന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഭഗവാനെ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.